ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ മോളെ, ഹാപ്പി ബർത്ത്ഡേ ആണ്. ടാറ്റ ടാറ്റ പറ. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു വ്ളോഗ് ആയിരിക്കും കേട്ടോ. കാരണം എൻ്റെ മോളുടെ എന്ന് വെച്ചാൽ ഈ സ്വത്തിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആരോട്. എനിവേസ് ആളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നമ്മൾ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ട് ഇവളെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ എനിക്കാവും പോലെ അത് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ഇനിയിപ്പോൾ ആൾക്കാരുടെ എണ്ണല്ല, അത് നമുക്ക് ഒരു ഹാപ്പിനെസ് ആണല്ലോ. മക്കളെ ബർത്ത്ഡേക്ക് ആരെങ്കിലുമൊക്കെ വരിക, അതൊരു വേറെ വൈബല്ലേ ആണെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയില്ല എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇൻഷാല്ലാ എല്ലാം നല്ലപോലെ നടന്നാൽ മതി. കേക്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചുക്കാൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വർക്കൊക്കെ പെൻഡിങ് ആയി പോകും. അപ്പോൾ വർക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ നടക്കില്ല. സോ നമ്മളിവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പ്ലാനിട്ട് അങ്ങനെ അവരെല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഫാമിലി കസിൻസും കാര്യങ്ങളും എല്ലാവരും കൂടെ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പം അങ്ങനെയാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 8:30 ആയിട്ടാണ്. ഞാൻ വെറുതെ ഒരു മൈലാഞ്ചി ഇട്ടിട്ട് പേര് പക്ഷേ നിങ്ങളൊരിക്കലും ഷോ അടിച്ചു പോകുന്നല്ലേ, അറിയാണ്ട് ഇങ്ങനെ വന്നു പോയതാ. എനിവേസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പം ഞാനിവിടെ കേക്ക് ഇവിടെ ബത്തേരി സുൽത്താൻ ബത്തേരി നമ്മളെ KFCൻ്റെ അടുത്തൊക്കെ ഒരു ബേക്കർ ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കേഴ്സിൻ്റെ ഒരു കഫേ ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ കേക്ക് ഏൽപ്പിച്ചത്. അവർ അടിപൊളിയായി ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ആ ഒരു സെയിം സാധനം തന്നെ കിട്ടുന്നു. പക്ഷേ ആ സെയിം സാധനം ഞാൻ പിൻട്രസ്റ്റിന് എടുത്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് തരും. അത് എക്സാക്ട്ലി വോട്ട് ഐ സെൻഡ് എന്ന രീതിയിൽ അവരെനിക്ക് സെൻഡ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചതാണ്. എൻ്റെ ബ്രദറിനെ കല്യാണം ചെയ്ത് അവർ തന്നെയാണ് ഫുഡ് ഏൽപ്പിച്ചത്. ചിക്ചാസ് എന്ന് പറയുന്ന കാറ്ററിംഗ് സർവീസ് ഉണ്ട്, അവരെ നമ്മൾ ഫുഡ് ഏൽപ്പിച്ച്. പിന്നെ നമ്മൾ പായസം, കുറച്ച് വെറുംചോറ്, അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് വലിയ ടാസ്കുകളാണ്. ഇനിയിപ്പോൾ നമുക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യാണ്ട് റൂം ആകെ വെസ്റ്റപ്പായി കിടക്കുകയാണ്, ഫുള്ള് വെസ്റ്റായി കിടക്കുകയാണ്. ആളിതാ എന്തൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുള്ളത്. സോ ഇനിയിപ്പോൾ ഒന്ന് എണീച്ച് റൂം ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് താഴെ പോകണം. താഴെ പോയി ഇവളുടെ കാര്യങ്ങളൊക്കെ അതൊന്ന് റെഡിയാക്കണം. എനിക്കൊരു 12-1 ഉള്ളിൽ ഇവളൊന്ന് റെഡിയാക്കി വെക്കണം എന്നുണ്ട്. അത് നടക്കില്ലെന്ന് എനിക്കറിയില്ല. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ മറന്നു പോലുണ്ട്. അപ്പോൾ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റും, എത്രത്തോളം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ പോലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ പായസം റെഡി. അപ്പോൾ ഇതാ ഞാൻ ആളെ കുളിപ്പിച്ച് ഒന്ന് സെറ്റാക്കി. ഇപ്പോൾ താൽക്കാലികമായ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് അവളെ ഉറക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് പണികളുണ്ട് എല്ലാവരും വരുമ്പോഴത്തേക്കും. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ടുണ്ടോ. നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഇതാ അവിടെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ആളൊക്കെ ഉറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൾ ഉറങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഗൈസ് ഞാനിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി താഴെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി വേഗം പോയി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ കേട്ടോ. മോളെ ഞാൻ മാറ്റി എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ട്.
ഞാൻ പറയില്ല ഏതൊക്കെ എടുക്കൂല എന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പം ഞാൻ എന്തായാലും താഴെ പോയി നോക്കട്ടെ. ബാക്കി വിശേഷങ്ങളായിട്ട് സീരിയസ്. നമ്മുടെ ഫുഡ് എടുത്തേക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. തിന്നാൻ വേണ്ടി മാത്രം വന്ന രണ്ടാൾക്കാർ, അതേപോലെ തിന്നാൻ വേണ്ടി മാത്രം വന്ന സായിച്ചേ. കാലൊടിഞ്ഞിട്ടും ഫുഡിനെ ഇഷ്ടപ്പെടുന്ന അനീസ. അപ്പോൾ ഗൈസ് ഓൾമോസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് പേരും കൂടെ വരാണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എൻസോനെ ഉറക്കി കുറേ കാലങ്ങളായി നമ്മുടെ വ്ളോഗിൽ വരാത്ത ഒരാളെ കാണിച്ചത് ഗൈസ്. നമ്മൾക്ക് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ നമ്മൾ ഈ റൂമിൽ ഇങ്ങനെ അട്ടിയൊട്ടിക്ക് വെച്ചിട്ടുണ്ട്. മീൻസ് കുറേ കാലമായിട്ട് നമ്മൾ വ്ളോഗിൽ വരാത്ത ഒരാളാണ് ഫൈനലി നമ്മൾ വ്ളോഗിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ ഇപ്പം നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമാറ്റിക് മൂഡിലായതുകൊണ്ടാണ് വന്നത്. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പേരും കൂടെ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങളിലേക്ക് കിടക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞില്ല പോലെ. ചാടാനുള്ള
അപ്പോൾ ഇതാ ഗൈസ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം ഒരു 10 മണി ആവാനായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 3 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വി ആർ സോ ഹാപ്പി. ആരൊക്കെ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് വന്നു, എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വന്നു, അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വന്നതിലും പങ്കെടുത്തതിലും എൻ്റെ മോളെ ഹാപ്പിനെസ്സിൽ ഒരു ഭാഗമായതിലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണിയായി. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി ഇരിക്കുവാണ്. ഞാനിപ്പോൾ ഇതാ കുളിച്ച് ഫ്രഷായിട്ട് ഇരിക്കുവാണ്. മോള് താഴെ ഉണ്ട്, അവൾ ഉറങ്ങിയിട്ടില്ല. അവൾക്കൊന്നും ഉറക്കമില്ല, ഒന്നുമില്ല. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവളുടെ പപ്പ അവൾക്ക് നല്ലൊരു വണ്ടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഫോട്ടോ എടുത്ത് വന്നതിനും നമ്മൾ ഫംഗ്ഷന് കൂടിയതിനും മോളുടെ സന്തോഷത്തിനൊരു ഭാഗമായതിനും താങ്ക് യു സോ മച്ച്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ച് കിടന്നാൽ മതി. എനിക്ക് അത്രയും ടയേർഡാണ്. ടയേർഡെന്ന് പറഞ്ഞാൽ അത്രയും ടയേർഡാണ്. അപ്പോൾ നമ്മളെങ്ങനെയും കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വേഗം ഒന്ന് സൈഡായാൽ മതി എന്നാണ്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ഫുള്ള് ക്ഷീണിച്ചിരിക്കുകയാണ്. എൻ്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുകയാണ് ഉറക്കമില്ലായിട്ട്. അപ്പോൾ ഫുൾ സീനാണ്. അപ്പോൾ യെസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ വിശേഷം. ഇനി ഇൻഷാല്ലാ വേറെ നല്ല അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഇച്ചൊക്കെല്ല കേട്ടോ, ഇച്ചൊക്കെ പോയതുകൊണ്ടാണ് വൈൻഡപ്പ് പറയാൻ ആളില്ലാത്തത്. ആൾ നാളെ വരും ഇൻഷാല്ലാ. ഇന്ന് ആളുടെ ഫാമിലി ഉള്ളതുകൊണ്ട് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പോയത്. അല്ലെങ്കിൽ അവർ ഇന്ന് അവർ നിൽക്കേണ്ടതായിരുന്നു. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വരുന്നതുകൊണ്ട് അവരെല്ലാവരും പോയി. പിന്നെ മക്കൾ ക്ലാസ്സിലുകൊണ്ടൊക്കെ അവർ പോയതാണ്. അപ്പോൾ ഹസ്ബൻഡ് പോയി, ആരും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇൻഷാല്ലാ നാളെ വരും. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.